ഹവ്വായാൽ ആദ്യ പാപം ഒരു വലിയ നിഴൽ വീഴ്ത്തിയപ്പോൾ പ്രതീക്ഷയുടെ ആദ്യ വാഗ്ദാനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് നൽകപ്പെട്ടു. നീയും സ്ത്രീയും തമ്മിൽ, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലുകളിൽ പരിക്കേൽപ്പിക്കും. ഈ വാക്കുകൾ ഒരു സാധാരണ വാഗ്ദാനമായിരുന്നില്ല, മറിച്ച് കാലത്തെ അതിജീവിച്ച ഒരു പ്രവചനമായിരുന്നു. സർപ്പത്തിന്റെ തല തകർക്കുവാൻ പോകുന്ന ആ സന്തതിക്ക് ജന്മം നൽകുവാൻ പാപമില്ലാത്ത ഒരു സ്ത്രീ ജനിക്കേണ്ടിയിരുന്നു. അതെ, പാപത്തിന്റെ ശക്തിയെ ഉന്മൂലനം ചെയ്യുവാൻ വരുന്ന രക്ഷകന്റെ അമ്മയെ പറ്റിയുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. മറിയത്തിന്റെ ജന്മം കേവലം ഒരു ജന്മമായിരുന്നില്ല, മറിച്ച് കാലം കാത്തുവെച്ച ഒരു ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു. അതിനാൽ നാം ഓരോ തവണയും പരിശുദ്ധ അമ്മയെ ഓർക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നാം കാണണം, ഉൽപ്പത്തിയിലെ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ വേണ്ടി കാൽവരിയിലെ വേദനയിലും നിസ്സഹായതയിലും തന്റെ പുത്രനായ ഈശോയുടെ കാൽ ചുവട്ടിൽ തലയുയർത്തി നിന്ന ധീരയായ അമ്മയെ. ആ അമ്മയുടെ ജനന പെരുന്നാളിനായി നാം ഒരുങ്ങുമ്പോൾ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്നും മാറി അനാവശ്യമായ കാഴ്ചകളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും അകന്ന് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പരമപരിശുദ്ധനായവന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ ജനന പെരുന്നാളിനായി നമുക്ക് ഒരുങ്ങാം. ആശംസിക്കുന്നു നല്ലൊരു ദിനം.